കോഴഞ്ചേരി പഞ്ചായത്തിലും അവിശ്വാസം, പിന്നെ ലോക്കൽ നേതാവെന്ന് സൂചന. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. 3 മാസത്തിനുള്ളിൽ മൂന്നാമത്തെ അവിശ്വാസം. തോട്ടുപുഴശ്ശേരിക്കും കോയിപ്പുറത്തിന് പിന്നാലെയാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലും LDFനെതിരെ അവിശ്വാസം വരുന്നത്. പഞ്ചായത്തിൽ കോൺഗ്രസിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയാണ് LDF ഭരണം നേടിയത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 13 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF 5, UDF 5, BJP 2, സ്വതന്ത്രൻ 1 എന്നതായിരുന്നു കക്ഷിനില. കോൺഗ്രസിലെ ജിജി വർഗീസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ UDF ഭരണം പുറത്തുപോയി. LDFന് വേണ്ടി മത്സരിച്ച കേരള കോൺഗ്രസിലെ റോയി ഫിലിപ്പ് എതിരില്ലാതെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ സ്വതന്ത്രൻ ഉൾപ്പെടെ 5 പേർ ഒപ്പിട്ടാണ് വ്യാഴാഴ്ച UDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ചില മാസങ്ങളായി കോഴഞ്ചേരിയിലെ LDFൽ അഭിപ്രായ വ്യത്യാസം പുകയുകയായിരുന്നു. പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്കെതിരെ ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. കോഴഞ്ചേരി പഞ്ചായത്തിനോട് ചേർന്നുള്ള തോട്ടുപുഴശ്ശേരി പഞ്ചായത്തിൽ 5 CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും കോയിപ്പുറം ബ്ലോക്കിൽ ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്തിരുന്നു. കോഴഞ്ചേരിയിലും പാർട്ടി നേതാക്കൾ വിപ്പ് ലംഘിക്കുമെന്നാണ് ലഭ്യമായ സൂചന. അവിശ്വാസത്തിൽ ഒപ്പിട്ടിട്ടുള്ള ഒരംഗം ഒരു CPM നേതാവിന്റെ സന്തത സഹചാരിയാണെന്നും പറയപ്പെടുന്നു. പ്രദേശങ്ങളിലെ നേതാക്കന്മാരുടെ പിടിപ്പുകേടും ഉദാസീനതയും തൻകാര്യ താൽപര്യവും ഒക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872, 9947825232.